സാധാരണ കുട്ടികൾ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു പുസ്തകം കൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് റിയാദിൽ നിന്ന് വീണ്ടും 200 കിലോമീറ്റർ ദൂരമുള്ള ഒരു മരുഭൂമിയുടെ നടുക്കുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഹോത്ത സുദേർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. നമ്മൾ മുഖമൊക്കെ മറച്ച് കണ്ണുപോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ നമ്മൾ ജീവിക്കേണ്ടത്. സൗദി അറേബ്യയിൽ പലയിടത്തായിട്ട് പാർട്ടി ഘടകങ്ങളുണ്ട്. അപ്പോൾ റിയാദിൽ ന്യൂ ഏജ് എന്ന പേരിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. സ്ത്രീ പുരുഷൻ രണ്ടുപേരും എഴുതുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. സബീന എം സാലിയുടെ സാലി ഇല്ലെങ്കിൽ സബീന ഇല്ല. നമസ്കാരം, കനലിലേക്ക് സ്വാഗതം. പ്രവാസത്തിൻ്റെ നോവുകളും നാടിൻ്റെ ഗന്ധവും അക്ഷരങ്ങളിലേക്ക് പകർത്തി വായനക്കാരുടെ മനസ്സ് കീഴടക്കിയ ഒരു എഴുത്തുകാരിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. വാക്കുകളിലെ ലാളിത്യം കൊണ്ടും പ്രമേയത്തിലെ കരുത്തുകൊണ്ടും ശ്രദ്ധേയയായ സബീന എം സാലി. സബീനയുടെ എഴുത്തു വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. സബീന, സ്വാഗതം. ഈ സബീന എം സാലി എന്ന എഴുത്തുകാരിയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? കുട്ടിക്കാലം മുതലേ അക്ഷരങ്ങളുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തത്തെക്കുറിച്ചൊന്ന് പറയാമോ? എഴുത്ത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഉള്ളിൽ നമുക്ക് എഴുത്തിൻ്റെ ഒരു കനൽ എപ്പോഴും ചെറുപ്പത്തിലുണ്ടായിരുന്നു. കാരണം വായന ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ സാധാരണ കുട്ടികൾ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു പുസ്തകം കൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് എൻ്റെ ഉമ്മ എപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വളർന്നു വന്നത്. പിന്നീട് എൻ്റെ ഉപ്പ എനിക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു. ബാലരമ പോലുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പുസ്തകങ്ങൾ വാങ്ങി തരുമായിരുന്നു. പിന്നീട് മഹാരാജ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ കോളേജ് ലൈബ്രറി, പിന്നെ അടുത്ത് തന്നെ പബ്ലിക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. അങ്ങനെ വായന നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുപ്പത്തിൽ ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതുമായിരുന്നെങ്കിലും അങ്ങ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രവാസ ജീവിതം തുടങ്ങിയ സമയത്താണ് ചുമ്മാ എഴുതി തുടങ്ങിയത്. എൻ്റെ ഭർത്താവ് നമ്മൾ അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാളം ന്യൂസ് എന്ന പത്രത്തിൽ അയച്ചു കൊടുക്കുകയും അവിടെ നിന്നാണ് എഴുത്തിൻ്റെ തുടക്കം ഉണ്ടായത്. 22 വർഷത്തെ പ്രവാസ ജീവിതം, അതിൽ ഭൂരിഭാഗവും ഹോത്ത സുദേർ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ. അതുപോലെ തന്നെ ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിലുള്ള താങ്കളുടെ ഔദ്യോഗിക ജീവിതം എങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത്? സാധാരണ ഗൾഫ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ധാരണയുണ്ട് ഒരു പളവള ജീവിതമായിരിക്കും. ഞാനും അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ് ഇവിടെ നിന്ന് ആദ്യമായിട്ട് വിമാനം കയറിയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, സൗദി MOH. അപ്പോൾ ഇവിടുന്ന് പോസ്റ്റിംഗ് കിട്ടി റിയാദ് സിറ്റിയിൽ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ ധാരണ എനിക്ക് സിറ്റി തന്നെ ആയിരിക്കും പോസ്റ്റിംഗ് എന്നാണ്. പക്ഷേ പോസ്റ്റിംഗ് വന്നപ്പോൾ എനിക്ക് റിയാദിൽ നിന്ന് വീണ്ടും 200 കിലോമീറ്റർ ദൂരമുള്ള ഒരു മരുഭൂമിയുടെ നടുക്കുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഹോത്ത സുദേർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര അങ്കലാപ്പായിരുന്നു. കാരണം അവിടെ അധികം മലയാളികളൊന്നും ഇല്ല. അതുമല്ല, അന്നത്തെ കാലത്ത് സൗദി എന്ന് പറഞ്ഞാൽ കുറേ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. മതാധിഷ്ഠിതമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മതകാര്യ പോലീസുകാർ ഇഷ്ടം പോലെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു നടന്നത്. നമ്മൾ മുഖമൊക്കെ മറച്ച് കണ്ണുപോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇതെല്ലാം മറയ്ക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ജോലി എന്ന് പറയുന്നത് വളരെ സുഖമുള്ള ഒരു ജോലിയായിരുന്നു. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഗ്രാമമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് രോഗികളെ വരുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ ആ സമയമൊക്കെ ഞാൻ വായനയ്ക്കും എഴുത്തിനൊക്കെ ആയിട്ട് വിനിയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എൻ്റെ എഴുത്തിനെ നല്ല വെള്ളവും വളവും ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം എന്നിലെ എഴുത്തുകാരിയെ രൂപപ്പെടുത്തിയെടുത്തത് ആ ഗ്രാമമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഓക്കെ. അപ്പോൾ ഇത്തരം ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ, അവരുടെ വേദനകൾ, ഇതൊക്കെ താങ്കളുടെ എഴുത്തിലെ സ്വാധീനിച്ചിട്ടുണ്ടോ? അവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും.
ഞാൻ ഗന്ധദ്വീപുകളുടെ പാറാവുകാരി എന്നുള്ള എൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ മെയിനായിട്ടുള്ള ടൈറ്റിലാണത്, ഒരു ലേഖനത്തിൻ്റെ ടൈറ്റിലാണ്. അപ്പോൾ അത് ഗന്ധങ്ങൾ കൊണ്ട് മനുഷ്യരെ അടയാളപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ഫാർമസിയിൽ ആയിരിക്കുമ്പോൾ പുറത്ത് കൗണ്ടറിൽ പലതരം മനുഷ്യർ മരുന്ന് വാങ്ങാനായിട്ട് വരും. അപ്പോൾ ആ വരുന്ന ഓരോ മനുഷ്യരെയും ഗന്ധം കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യർക്കും ഓരോ ഗന്ധമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ വരും, വലിയ പ്രൗഢിയുള്ള അറബി സ്ത്രീകൾ വരും, പുരുഷന്മാർ വരും, പിന്നെ നിലം തുടയ്ക്കുന്ന തൊഴിലാളി, അങ്ങനെയൊക്കെ പലരും വരുമ്പോഴും നമ്മൾ അവരെ ഓരോ ഗന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ എഴുത്തിനുള്ള ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഈ പരിസരത്തുനിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കൃതികളിലേക്ക് വരാം. തണൽ പെയ്ത്ത്, ലേഡി ലാവണ്ടർ, ലായം, ഇത് 3 നോവലുകളാണ് അല്ലേ? അപ്പം ഈ നോവലുകളിൽ വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതും. പക്ഷേ എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ജീവിതവുമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഏതാണെന്നാണ് കരുതുന്നത്? നമ്മുടെ സൃഷ്ടികളെ പറ്റി പറഞ്ഞാൽ 3 നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതുന്നതാണ്. എന്തെഴുതിയാലും നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് എഴുതുന്നതാണല്ലോ. അപ്പോൾ തണൽ പെയ്ത്ത് എന്നുള്ള നോവല് നമ്മുടെ തന്നെ ഒരു സഹയാത്രിക, ഒരു സഫിയ അജിത്ത് എന്ന് പറയുന്ന ഒരു നേഴ്സ്, നമ്മുടെ തന്നെ പാർട്ടി അംഗത്വമുള്ള ഒരു നേഴ്സായിരുന്നു, സാമൂഹിക പ്രവർത്തകയായിരുന്നു. അർബുദം ബാധിച്ച് അവർ 2015 മരണപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് തണൽ പെയ്ത്ത് എന്നുള്ളൊരു നോവൽ ഉണ്ടായത്. അത് സൗദി ജീവിതവും അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ അവരെന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. രണ്ടാമത് ലേഡി ലാവണ്ടർ എന്ന് പറയുന്നത് അത് റൊമാൻസ് ഫിക്ഷൻ മത്സരം DC ബുക്സ് നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. അതിനകത്ത് റൊമാൻസ് ഉണ്ട്, പിന്നെ അഭയാർത്ഥി പ്രശ്നങ്ങളാണ് അതിനകത്ത് കൂടുതലും കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. അതും രണ്ടും കൂടെ കണക്ട് ചെയ്ത് എഴുതിയ പുസ്തകമാണത്. ലായം എന്നുള്ള 3ാമത്തെ നോവല് അത് ആടുജീവിതം പോലെ ഒരു മനുഷ്യൻ കുതിര സംരക്ഷകനായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ്. വലിയൊരു ജോലി വാഗ്ദാനം ചെയ്തിട്ട് മരുഭൂമിയിൽ വന്നിട്ട് കുതിരകളെ നോക്കേണ്ട ഗതികേട് വന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. രാജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. കഥയും കവിതയും ഒരുപോലെ വഴങ്ങുന്ന ഒരാളാണ് താങ്കൾ. ഇതിലേത് മാധ്യമത്തിലൂടെയാണ് കൂടുതൽ ആഴത്തിൽ ആളുകളുമായി സംവദിക്കാൻ സാധിച്ചിട്ടുള്ളത്? കഥ, കവിത, ലേഖനം, നോവല് എന്നൊക്കെ പറയുമ്പോഴും ഓരോന്നിനും ഓരോ സൃഷ്ടിക്കും ഓരോരോ ഭാഗധേയങ്ങളുണ്ട്. നമുക്ക് നോവലെന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്യാൻവാസാണ്, വളരെ നീട്ടിപ്പരത്തി നമുക്ക് ഒരു കടൽ പോലെ കാര്യങ്ങൾ പറയാം. കഥ അങ്ങനെയല്ല. ചെറുകഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു തീർക്കണം. പക്ഷേ കവിത എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മസംഘർഷങ്ങളെ നമ്മൾ പുറത്തേക്ക് അതിനെ നമ്മൾ ബിംബവൽക്കരിക്കുക, ബിംബങ്ങളിലൂടെയും രൂപകങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ആത്മവേദനകളെയൊക്കെ അടയാളപ്പെടുത്തുന്ന. പക്ഷേ എല്ലാത്തിലും എനിക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് ഇഷ്ടം കവിത എഴുതാനാണ്. ഒറ്റയിതൾ വസന്തം എന്ന് പറയുന്നത് ഒരു താങ്കൾ അറബ് സാഹിത്യത്തിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണല്ലോ. അറബ് സാഹിത്യത്തിലെ എന്ത് പ്രത്യേകതയാണ് താങ്കളെ അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്? അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയപ്പോൾ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഈ അറബ് കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഷിഹാബ് ഖാനിം എന്ന് പറയുന്ന ഒരു കവിയുണ്ട് UAE-യിൽ. അദ്ദേഹം അവിടെയുള്ള UAE-യിലുള്ള ഒരു പറ്റം എഴുത്തുകാരുടെ ചെറിയ കഥകൾ അദ്ദേഹം സമാഹരിച്ച് ഒരു പുസ്തകമാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലെ ഒരു പുസ്തകമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ അറബ് സംസ്കാരം എങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു ആ വിവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഒരുപാട്
സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും രോഗികൾക്ക് വേണ്ടിയിട്ടും മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ നാട്ടിലെത്തിക്കാനും ആൾക്കാരെയൊക്കെ നാട്ടിലെത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതായി പത്രവാർത്തകളും മറ്റും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? കോവിഡ് കാലം മാത്രമല്ല, അല്ലാത്ത സമയത്തും നമ്മൾ സാമൂഹികപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട്. അതായത് നമ്മുടെ പാർട്ടിയുടെ ഒരു സബ് ഘടകം റിയാദിൽ, സൗദി അറേബ്യയിൽ പലയിടത്തായിട്ട് പാർട്ടി ഘടകങ്ങളുണ്ട്. അപ്പോൾ റിയാദിൽ ന്യൂ ഏജ് എന്ന പേരിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ന്യൂ ഏജിൻ്റെ അണ്ടറിൽ യുവകലാസാഹിതി ഉണ്ട്, അതിൻ്റെ ഒരു ഘടകമായിട്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ കോവിഡ് കാലത്ത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതിരുന്ന കാലത്ത് ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ, അതും ഗവൺമെൻറ് സർവീസിലായതുകൊണ്ട് നമുക്ക് മെഡിസിനൊക്കെ ധാരാളം കിട്ടും. അപ്പോൾ പാവപ്പെട്ടവരെ ആയിട്ടുള്ള പലരെയും നമ്മൾ സഹായിക്കാറുണ്ട്. കോവിഡ് കാലം വന്നപ്പോൾ പലർക്കും മരുന്നുകളുടെ ഷോർട്ടേജൊക്കെ വന്നപ്പോൾ ആവശ്യക്കാർ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിളിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും അവർക്ക് മരുന്നുകളും ഭക്ഷണവും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മനസ്സിനെ ഒപ്പിയെടുക്കുന്ന ഒരുപാട് എഴുത്തുകൾ താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ ഈ പറയുന്ന വീടിനകത്തും പുറത്തും ഒക്കെ അനുഭവിക്കുന്ന സത്വപ്രതിസന്ധികളെയൊക്കെ എങ്ങനെയാണ് ഇത് ഒപ്പിയെടുക്കാൻ സാധിച്ചത്? ഇതിനുള്ളൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഒന്ന് വിശദീകരിക്കാമോ? സ്ത്രീ പുരുഷൻ രണ്ടുപേരും എഴുതുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ സർവ്വസ്വതന്ത്രനാണ്, കെട്ടുപാടുകളൊന്നുമില്ല. കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സകല ഉത്തരവാദിത്തങ്ങളും സ്ത്രീയുടെ തലയിലാണ്. അപ്പോൾ പുരുഷൻ്റെ എഴുത്തും സ്ത്രീയുടെ എഴുത്തും രണ്ടാണ്. പുരുഷന് ഏത് നിമിഷം വേണമെങ്കിലും എഴുതണമെന്ന് തോന്നിയാൽ പോയിരുന്ന് ഒരു പുസ്തകവും പേനയും കയ്യിലുണ്ടെങ്കിൽ എഴുതാം. സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കി, മക്കളെ സാന്ത്വനപ്പെടുത്തി, എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒതുക്കിയിട്ട് വേണം അവൾക്ക് പുസ്തകവും അല്ലെങ്കിൽ പേപ്പറോ പേനയോ കയ്യിലെടുക്കാനായിട്ട്. എടുത്താൽ തന്നെ അമ്മയെന്നുള്ളൊരു വിളി കേട്ടാൽ അവളുടെ ശ്രദ്ധ പോവും. അപ്പോൾ അത്രയും കടമ്പകൾ കടന്ന് ഒരു സ്ത്രീ എഴുത്തിനിരിക്കുമ്പോൾ അവളുടെ എഴുത്ത് തീർച്ചയായിട്ടും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് എഴുതുന്നതും. സ്ത്രീ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സ്ത്രീ മനസ്സുകളെ നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എഴുത്തിനോടൊപ്പം പ്രവാസ ലോകത്തെ ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകളിലും അംഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ എങ്ങനെയാണ് ഗുണപ്പെടുന്നത്? തീർച്ചയായിട്ടും ഈ എഴുത്തിൻ്റെ രീതിയിൽ നമ്മൾ ഒരു പ്രശസ്തിയിലേക്ക് നിൽക്കുമ്പോൾ സാധാരണ സമൂഹത്തിൽ എന്ത് നടന്നാലും എഴുത്തുകാർ എന്താണ് അവരുടെ പ്രതികരണം എന്ന് സമൂഹം തിരയാറുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ തന്നെയും ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലാണെങ്കിൽ തന്നെയും അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്ന ആളുകൾ ചുറ്റുപാടും ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ശ്രദ്ധയോടുകൂടി തന്നെ പല കാര്യങ്ങളിലും ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഓരോ ലൈംഗിക ആരോപണങ്ങളും ഒക്കെ വരുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി സമൂഹത്തിൽ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരോപണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ശരിയാണ്. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ വഴി ഉള്ള എഴുത്ത് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസ് നമുക്കറിയാനും വളരെ എളുപ്പമാണ് ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് അവരിൽ നിന്നുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം അതെങ്ങനെയാണ് ഇതിനകത്തുനിന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നത്? സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ നമുക്ക് അന്നേരമുള്ള പ്രതികരണം നമുക്ക് കിട്ടും. അതേസമയം ഞാൻ ആഴ്ചപ്പതിപ്പിലും ഒക്കെ എഴുതുന്ന ആൾ തന്നെയാണ്. കഥകൾ വരാറുണ്ട്. ദേശാഭിമാനി, മാധ്യമം, മലയാളം വാരിക ഉൾപ്പെടെയുള്ള പല വാരികകളിലും കഥകൾ വരാറുണ്ട്. പക്ഷെ അത് വായിച്ച് ആഴ്ചകളോളം മാസങ്ങളോളം കഴിഞ്ഞാലാണ് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കവിതയോ കഥയോ പോസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ വായനക്കാർ വന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അത് നൽകുന്ന സംതൃപ്തി അതൊന്ന് വേറെയാണ്.
അപ്പോൾ ഈ അഭിനന്ദനങ്ങളോടൊപ്പം വിമർശനങ്ങളും അതേ സമയം തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? വിമർശനങ്ങൾ നല്ലതായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ കുറവുകളെ അല്ലെങ്കിൽ കുറ്റങ്ങളെ നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണല്ലോ വിമർശനങ്ങൾ. അതുകൊണ്ട് വിമർശനങ്ങൾ എപ്പോഴും തുറന്ന മനസ്സോടെ തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും പുതിയ കഥകളുടെയോ പുസ്തകങ്ങളുടെയോ ഒക്കെ എഴുത്തുപുരയിലാണോ വായനക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എന്താണ് ഒരു സൃഷ്ടി ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു പുസ്തകം ഈ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വെച്ച് റിലീസ് ചെയ്തായിരുന്നു. ലയാലി എന്നാണ് പേര്. കഥകളുടെ ചെറുകഥകളുടെ സമാഹാരമാണ്. ചിന്ത പബ്ലിഷേഴ്സ് ആണ് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു കേരളത്തിലെ പ്രകാശനം ഞങ്ങളിവിടെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചിന്ത തന്നെ അത് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭ പുസ്തകോത്സവത്തിൽ നടന്നില്ല. നമുക്ക് കൊടുങ്ങല്ലൂർ വെച്ച് അവരുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നടത്താന്നുള്ള തീരുമാനത്തിലാണ്. പിന്നെ ഇപ്പോൾ ഒരു കുട്ടികൾക്കുള്ള ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു സ്ത്രീ എഴുത്തുകാരി, അങ്ങനെ പറയാമോ എന്നറിയില്ല, എങ്കിലും ചോദിക്കുകയാണ്. അങ്ങനെ ഒരു വളർന്നു വരുന്ന പുതിയ പെൺകുട്ടികൾക്ക്, അതായത് എഴുത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ഉപദേശം എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ നമ്മൾ ആളല്ല. കാരണം നമ്മൾ അക്ഷരം ആർജിച്ചു കഴിഞ്ഞ് വായനയുടെ ലോകത്തേക്ക് വരുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ ആശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ആശയത്തിൻ്റെ പുറത്ത് സ്വയം സെൽഫ് കൺസ്ട്രക്ഷനാണ് ഓരോരുത്തരും നടത്തേണ്ടത്. പിന്നെ നമുക്ക് റോൾ മോഡലാക്കാം ചിലരെ. സമൂഹത്തിൽ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പലരെ നമ്മൾ റോൾ മോഡലാക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരാണോ അവരുടെ പാതകളെ പിന്തുടരുക. ആ പാതകളിൽ അതിലുള്ള സദ്ഗുണങ്ങൾ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടേതായ ആശയങ്ങളും കൂടെ ചേർത്ത് പുതിയ ആശയ രൂപീകരണങ്ങൾ നടത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സിനിമയിലും ഗാനങ്ങൾ എഴുതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒച്ച എന്ന് പറയുന്ന സിനിമയിൽ ഗാനം രചിച്ചിട്ടുണ്ടല്ലേ? ഒരു സിനിമ അത് UAE നിന്നുള്ള ഒരു പ്രൊഡക്ഷനാണ് സിനിമ. പക്ഷെ അത് റിലീസായിട്ടില്ല ഇതുവരെ. സിനിമ അവര് എന്തോ ഒരു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ചേക്കുവാണ്. റെക്കോർഡിങ്ങും ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആൽബം സോങ്ങുകൾ എഴുതിയിട്ടുണ്ട്. അത് ശരി. ആൽബം സോങ് എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ സാഹിത്യ രചനയിൽ നിന്നും ഗാനരചനയിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ? ഇങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് എഴുതുന്ന ഒരു ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ചാൽ മാത്രം അങ്ങനെയുള്ള ഒരു ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കാറുള്ളൂ. അല്ലാതെ സ്വയം അങ്ങനെ എഴുതണമെന്നുള്ള ചിന്തിക്കുന്ന ആളല്ല. ഇത് തന്നെ നിർബന്ധത്തിന് എഴുതിയതാണ്. ഇതിനെ വേണം എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇന്ന് എഴുതുന്നതാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ പാട്ടുകൾ വഴങ്ങുന്ന ആളല്ല. യുവകലാ സാഹിതിയുടെ സൗദി ഘടകം പ്രസിഡന്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്തരം സാംസ്കാരിക സംഘടനകൾക്ക് ഈ പ്രവാസ ലോകത്തുള്ള പ്രസക്തി എന്താണ്? അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇതുപോലെ യുവകലാ സാഹിതി പോലെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് വായനയ്ക്കും എഴുത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ നീക്കി വച്ചിരിക്കുന്ന സംഘടനകളാണ്. യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് എഴുത്തുകാരെയും പ്രഭാഷകരെയും ഒക്കെ യുഎയിലും അല്ലെങ്കിൽ സൗദിയിലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അവരുടെ എഴുത്തിനെ പറ്റിയും മറ്റും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. പിന്നെ പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ എഴുത്തുകാരെ അംഗീകാരങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് പുരസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. കൊച്ചുബാവ പുരസ്കാരം, ബഷീർ നോബൽ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ താങ്കളെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ കൂടുതൽ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? സാധാരണ ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് പുരസ്കാരങ്ങളെന്ന് പറയുന്നത് മുന്നോട്ടുള്ള യാത്രയ്ക്ക്, എഴുത്തിലെ യാത്രയ്ക്ക് പ്രചോദനങ്ങളാണ്. പുരസ്കാരങ്ങൾ എഴുത്തുകാരനെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് എഴുത്തിലുള്ള. കാരണം നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണല്ലോ ഈ പുരസ്കാരങ്ങൾ. അപ്പോൾ അത് എഴുത്തിലെ ഉത്തരവാദിത്തം കൂട്ടുന്നു. കൂടുതൽ ഭംഗിയായിട്ട് എഴുതാനായിട്ടും
നമ്മുടെ എഴുത്തിനെ മെച്ചപ്പെടുത്താനും അത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ കുടുംബത്തിലേക്ക് വരാം. ഭർത്താവ് മുഹമ്മദ് സാലി, മക്കള് ബിലാൽ, ആസിയ അല്ലേ? അപ്പം ഇവരെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ തിരക്കേറിയ സാമൂഹ്യ പ്രവർത്തനം, ജോലി, ഇതിനിടയിലെല്ലാം എങ്ങനെയാണ് ഈ എഴുത്തിനുള്ള സമയം കണ്ടെത്തുന്നത്? ഇവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ കുടുംബപരമായിട്ട് മക്കൾ രണ്ടുപേരും നാട്ടിലാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വിദേശത്ത്. മക്കൾ രണ്ടുപേരും പഠന ആവശ്യങ്ങൾക്കായിട്ട് നാട്ടിൽ എൻ്റെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ആയതുകൊണ്ട് ഭർത്താവ് കൂടുതൽ സപ്പോർട്ടീവാണ്. ആള് എന്നെക്കാളും കൂടുതൽ എൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആള് അദ്ദേഹമാണെന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വരാനും ഉള്ള കാരണം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് കൂടുതൽ ഊർജം പകരുന്ന ഒരു കാര്യമാണ്. സബീന എം സാലിയുടെ സാലി ഇല്ലെങ്കിൽ സബീന ഇല്ല എന്നുള്ള രീതിയിലുള്ള, ഹസ്ബൻഡിൻ്റെ പേര് സാലി എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രോത്സാഹനമാണ് കിട്ടുന്നത്. മക്കൾക്ക് പിന്നെ എഴുത്തിനോട്, വായനയോടും എഴുത്തിനോടും വലിയ, അവർ പഠനത്തിലാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ടീവ് ആണ് പിള്ളേർ, എന്നാലും ഭർത്താവാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരിക്ക് എങ്ങനെയാണ് തൻ്റെ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും സർഗാത്മകതയും കൂട്ടിയിണക്കി ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സബീന. ഇനിയും താങ്കളിൽ നിന്നും ഇത്തരം എഴുത്തുകളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.